എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേലിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ ഹൈഫയും മധ്യഭാഗമായ ടെല്ലവീവും കേന്ദ്രീകരിച്ച് ഇറാനും ഇപ്പോൾ ഹൂത്തികളും ആക്രമണം ശക്തമായി തുടരുമ്പോൾ ജൂതർ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശങ്ങളിൽ തകർച്ചയും മരണവും പരിക്കുകളും വർദ്ധിക്കുകയാണ്. ഇറാൻ ദിവസവും 5ഉം 6ഉം തവണ ഇസ്രായേലിലേക്ക് 100 കണക്കിന് മിസൈലുകളാണ് അയക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഇന്നലെ മുതൽ ആദ്യമായി ബോംബ് പ്രതിരോധ ബങ്കറുകളെ തകർക്കുന്ന അതിശക്തമായ ബങ്കർ ബസ്റ്ററുകൾ കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഈ ബങ്കറുകളുടെ ഇരുമ്പ് ഭിത്തികൾ കൂടി തകർത്തുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തുകയും അതിൽ കഴിയുന്ന 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നതായുമാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇങ്ങനെ മരണപ്പെടുന്നതിൽ ഇസ്രായേലിലെ പല പ്രമുഖരും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഈ വിവരങ്ങളൊന്നും പുറത്തുവിടാത്തത് കൊണ്ടാണ് ഇവ പുറം ലോകം അറിയാത്തത്. ഇരുമ്പ് മുറികൾ തകർന്നിട്ടും ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇതവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കൊരിക്കലും മരണമില്ല, പകരം നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഇസ്രായേൽ ഈ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്ക് അവർ പറയുന്നത് ഇസ്രായേലിലെ ആയിരക്കണക്കിന് ബങ്കറുകളിൽ കഴിയുന്നവരിൽ ഭയമുണ്ടാകാതിരിക്കാനാണ് അവർ ഇസ്രായേലിലെ വിവരങ്ങൾ പുറത്തു വിടാത്തത് എന്നാണ് അറിയിക്കുന്നത്. അതേതായാലും നല്ല കാര്യമാണ്. നാട്ടുകാരെ പേടിപ്പിച്ചാൽ അവർ പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നായും പിന്നെ മരിക്കുന്നത്. ആക്രമണമൊന്നും വേണ്ടി വരില്ല. ചാകാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മരിക്കുന്നതിനേക്കാൾ ഭയമാണ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. തന്നെയുമല്ല, ഇസ്രായേലിൽ ഇപ്പോൾ ഏതാണ്ടുള്ളത് നല്ല പ്രായമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ചെറിയ പ്രായത്തിലുള്ളവരെല്ലാവരും, അല്ലെങ്കിൽ 50 വയസ്സിൽ താഴെയുള്ളവരെല്ലാം യുദ്ധരംഗത്താണ്. അതിന് മുകളിലേക്കുള്ളവരും ചെറിയ കുട്ടികളുമൊക്കെയാണ് ഇപ്പോൾ ബങ്കറിൽ കഴിയുന്നത്. അപ്പം ഇവർ ഭയന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലി കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നത്. ഇങ്ങനെ വടക്ക് പടിഞ്ഞാറും രാജ്യത്തിന്റെ മധ്യഭാഗത്തുമായി ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ലെബനോൺ ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളായ കിരിയത്ത് ഷ്മോണ, അതുപോലെ സഫേദ്, വടക്കൻ ഗലീലി, നഹാരിയ തുടങ്ങിയ അനേകം പട്ടണങ്ങളിലേക്ക് ഹിസ്ബുള്ളയും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അപകടകാരികളായ ഒരു സൈന്യമാണ്. അതുകൊണ്ട് ഈ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗസ യുദ്ധം മുതൽ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ മേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടും അതിലൊന്നും യാതൊരു പ്രയോജനമില്ലാതെ ഹിസ്ബുള്ളയുടെ സൈനിക ബലം വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് IDF കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും നിരന്തരം എത്തുന്ന ആയുധങ്ങൾ അവരെ അതിശക്തരാക്കിയിരിക്കുകയാണ്. എന്നാൽ ഗസ യുദ്ധം അവസാനിപ്പിച്ചിട്ട് പോലും ഇസ്രായേൽ ലെബനോനിലെ ഹിസ്ബുള്ളയെ തകർക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് ഹിസ്ബുള്ളയുടെ മിലീഷകൾ അതിർത്തി കടന്ന് ഇസ്രായേലിൽ പ്രവേശിക്കുമോ എന്നുള്ള ഭയം മൂലമാണ്. ഈ ഹിസ്ബുള്ളയൊക്കെ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുമോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാകാം. എന്നാൽ അത് വളരെ സാധ്യമാവുന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞു വരുന്നത് മൂലം തീർത്തും രാജ്യം ദുർബലമായി വരികയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ലിത്വാനി നദി കടന്ന് ഇസ്രായേൽ സൈന്യം ലെബനോനിൽ കയറി യുദ്ധം തുടരുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുടെ ഗറില്ല യുദ്ധം മൂലം 100 കണക്കിന് ടാങ്കുകളും സൈനികരും ഇതിനകം തന്നെ നഷ്ടപ്പെട്ടതിനാൽ ഈ ഇസ്രായേൽ സൈന്യത്തിന് ഇനി അധിക കാലം ലെബനോനിൽ കഴിയാൻ സാഹചര്യമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ സൈന്യത്തെ പിൻവലിച്ചാൽ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ഇരച്ച് കയറുമോ എന്ന ഭയം മൂലമാണ് നഷ്ടം സഹിച്ചുകൊണ്ടും ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിലനിർത്താൻ IDFനെ നിർബന്ധിതമാക്കുന്നത്. അങ്ങനെ ഹിസ്ബുള്ള സൈന്യം ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടി ലെബനോനും ഇസ്രായേലും തമ്മിൽ വേർതിരിക്കുന്ന ലിത്വാനി നദിക്ക് കുറുകെയുള്ള കാസ്മിയ പാലം, സ്രാരിയ, തായിർഫെൽസ, അതുപോലെ ഖന്താര, കർദാലി തുടങ്ങിയ അനേകം ചെറുതും വലുതുമായ പാലങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി തകർത്തിട്ടുള്ളത്. ഇത് ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള കരമാർഗമുള്ള ഏതാണ്ട് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ലെബനോനിൽ കഴിയുന്ന ഈ സൈന്യത്തിന് പോലും തിരിച്ചു പോകണമെങ്കിൽ പാലങ്ങൾ തനിയെ ഉണ്ടാക്കി കയറി വരാനേ മിക്കവാറും സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ലെബനോനിൽ കിടന്ന് ഹിസ്ബുള്ളയുടെ അടി കൊണ്ട് ചാകാൻ പറ്റും. എങ്കിലും ഇസ്രായേൽ സൈന്യം ഈ ലെബനോനിൽ തുടരുന്നത് ഹിസ്ബുള്ളയെ ഭയന്ന് തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പം, ഈ പാലങ്ങളൊക്കെ തകർത്താലും ഗറില്ല യുദ്ധതന്ത്രങ്ങൾ വശമുള്ളത് കൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിലേക്ക് കയറാൻ കഴിയുമെന്ന് യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ അടുത്ത് തന്നെ സംഭവിക്കാനാണ് സാധ്യതയുള്ളത്. ഇതിങ്ങനെ പറയാൻ കാരണം ഹിസ്ബുള്ളയുടെ വളരെ കാലമായിട്ടുള്ള ഒരു തന്ത്രമാണ് കോൺക്വറിങ് ദ ഗലീലി എന്നുള്ളത്. അതായത് വടക്കൻ ഇസ്രായേലി അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തങ്ങളുടെ പ്രത്യേക വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെ അയച്ച് അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ. ഒക്ടോബർ 7 ഹമാസ് നടത്തിയപോലുള്ള ഒരു മിന്നലാക്രമണം
ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം ജാഗ്രതയിലാണുള്ളത്. നിലവിൽ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ 1000-ലധികം സൈനികരെയും അത്യന്താധുനിക ടാങ്കുകളെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും നേരത്തെ തന്നെ ആളുകളെ അവർ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈനിക സാന്നിധ്യം കാര്യമായ രീതിയിൽ അവിടെ ഉള്ളത് കൊണ്ട് ഹമാസ് ചെയ്തതുപോലെ പെട്ടെന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് കയറി വരില്ല എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. എങ്കിലും അവർക്ക് ഉള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്രായേൽ അതിർത്തികളിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് നുഴഞ്ഞു കയറാനോ അല്ലെങ്കിൽ തകർത്ത് കയറാനോ ഉള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഈ അതിർത്തിയിലെ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് നിരന്തരമായ മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇവിടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 100 മിസൈലൊക്കെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിട്ടത്. അവരുടെ കയ്യിൽ ഇപ്പം തന്നെ 2 ലക്ഷത്തോളം മിസൈലുകൾ ഉണ്ട് എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. പിന്നെ ആൾബലം നന്നായിട്ടുണ്ട്, അത് വേറെ കാര്യം. ഈ അടുത്തിടെ ഹിസ്ബുള്ളയുടെ ചില ചെറിയ ഗ്രൂപ്പുകൾ ഇസ്രായേലിന്റെ അതിർത്തി വേലികൾ മുറിച്ച് കടക്കാൻ ശ്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ ഡ്രോണുകൾ ഉപയോഗിച്ചും ഈ കുന്നിൻ ചെരുവുകളിലൂടെയൊക്കെ ചെറിയ സംഘങ്ങളായി നുഴഞ്ഞു കയറാൻ ഹിസ്ബുള്ള ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേൽ മണ്ണിലേക്ക് വലിയ സൈന്യവുമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റും എന്നുള്ളതാണ് വാസ്തവം. അതൊരു പക്ഷേ ലെബനോനും ഇസ്രായേലുമായിട്ടുള്ള ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്കാവും മാറുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം. കാരണം ഇസ്രായേലിന് ലെബനോനെ മാത്രമേ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവർ ലെബനോനിലേക്കായും വൻ ആക്രമണം നടത്തുക, അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലാനാവും ഇസ്രായേൽ വ്യോമസേന ശ്രമിക്കുക. എന്നാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തടയാനുള്ള സംവിധാനവും ഹിസ്ബുള്ള ഈ ഇടിച്ചു കയറുന്നതിന് മുമ്പായി തന്നെ ചെയ്തേക്കാം. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ വളയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അവിടുന്ന് വിമാനം ഒന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല, യുദ്ധം ചെയ്യാനും കഴിയില്ല, ഈ ലെബനോന് മേൽ ആക്രമണം നടത്താൻ കഴിയില്ല. ഹിസ്ബുള്ളയുടെ പക്കൽ ഇതിനായി പരിശീലനം ലഭിച്ച 1000-കണക്കിന് കമാൻഡോകൾ ഉണ്ടെന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ്. അവരെ തടയുക എന്നത് ഈ അവസരത്തിൽ ഇസ്രായേലിന് വളരെ അസാധ്യമായ ഒരു കാര്യവുമാണ്. ഇറാന്റെ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സൈന്യത്തെ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉടൻ തന്നെ ഇറാന്റെ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കും, ഇറാന്റെ എണ്ണയുടെ സ്രോതസ്സെല്ലാം അടയ്ക്കും എന്നൊക്കെയാണ് ട്രംപ് ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്രയധികം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അത് സാധ്യത വളരെ കുറവാണ്, ഒന്നും പിടിക്കാനൊന്നും കഴിയില്ല. 10 ലക്ഷം സൈനികരുടെ മുന്നിലേക്ക് ഈ 10,000, 10,000, 20,000 പട്ടാളക്കാർ, അമേരിക്കൻ പട്ടാളക്കാരെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ ദ്വീപ് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. തന്നെയുമല്ല, ഈ ദ്വീപിന് ചുറ്റും ഇറാൻ വൻതോതിൽ മൈനുകൾ വിതറിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും അടുക്കാനോ കയറാനൊന്നും ചിലപ്പം സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ അടിച്ചിറക്കാതെ ഞാൻ ആക്രമിക്കാൻ പോകുന്നു, എല്ലാവരും ചൂടിച്ചോ പേടിച്ചോ, ഇത് ട്രംപ് പണ്ട് ഗസയിൽ നരകമാക്കുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു തരം ഭീഷണിപ്പെടുത്തലാണ്. ഇറാൻ വഴങ്ങുമെന്നുള്ളൊരു ശ്രമമാവും ചിലപ്പോൾ ട്രംപ് നടത്തുന്നത്. എന്നാൽ ഈ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറേ പട്ടാളക്കാർ മാത്രം മതിയാവില്ല. അതിന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സഹായം ഉണ്ടാവണം. കാരണം ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് ഈ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഒരു 10,500 കിലോമീറ്റർ ഉണ്ട് ഇസ്രായേലിൽ നിന്നും ഈ കാർഗ് ദ്വീപിലേക്ക് അല്ലെങ്കിൽ ഇറാനിലേക്ക്, 2000-അടുത്തുണ്ട്. അവിടേക്ക് ഈ സൈന്യത്തെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ലെബനോനും സിറിയയൊക്കെ കടന്നു വേണം ഈ സൈന്യം കരയിലൂടെ ഇറാനിലേക്ക് എത്താൻ. അതൊരിക്കലും നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരിപ്പോൾ ഇൻ്റലിജൻസ്, സൈബർ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്നൊരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. പട്ടാളക്കാരൊന്നും പോവില്ല, അല്ലെങ്കിൽ തന്നെ വിടിയിരിക്കുന്നു പോകാൻ അങ്ങോട്ട്. ലക്ഷക്കണക്കിന് പട്ടാളക്കാർ ഇവിടെ ഇരിക്കുക, ചുമ്മാതാ, നടക്കൊന്നുമില്ല ഒന്നും. എന്നാൽ ഈ പട്ടാളക്കാരെ വിടില്ല എന്നൊക്കെ നെതന്യാഹു പറയുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഈ കാർഗ് ദ്വീപിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ തിരിയുമ്പോൾ ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സ് ഇസ്രായേലിൽ പ്രവേശിക്കുമോ എന്ന കാര്യം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനും കഴിയും. ഈ ഹിസ്ബുള്ളയുടെ കമാൻഡോ മിലീഷ്യകൾ ഇസ്രായേലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ കീഴടങ്ങാതെ വേറൊരു വഴിയുമില്ല എന്ന് IDF ചീഫ് തന്നെ ഒരിക്കൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ സൈന്യം കയറുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇസ്രായേൽ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, വളരെ ദുർബലമായ ഒരു രാജ്യമാണ്. അമേരിക്ക കൊടുക്കുന്ന കുറച്ച് ആയുധങ്ങൾ വെച്ച് അവരിങ്ങനെ ഇറാനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. ഇസ്രായേലിൻ്റെ മേലുള്ള ആക്രമണങ്ങളെ അവരിങ്ങനെ ചെറുക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ ഇങ്ങനെ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ തടയാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇറാനെ കൊണ്ട് അവർ ഇടുകയും ചെയ്യും. പക്ഷേ പഴയ പോലൊന്നും വലിയൊരു ആക്രമണമൊന്നും ഇറാൻ്റെ മേൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പഴയ കാലത്തെ പോലെ ആയുധബലം മാത്രം പോരാ, വിവിധ രാജ്യങ്ങളിൽ സൈന്യത്തെ കൂടി കരുതേണ്ടതുണ്ട് എന്ന് ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും യുദ്ധം വളരെ ജോറായി മുന്നോട്ട് പോകട്ടെ
എന്ന് ആശംസിക്കുന്നു. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.